അവര് കീ കൊടുക്കുന്ന പാവകളാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മേയറും അതിന് മേലുള്ള തട്ടിലുള്ള ആൾക്കാരും പറയുന്നതനുസരിച്ച് അവർക്ക് പോകാൻ പറ്റുള്ളൂ. അവര് ചുമ്മാ പ്രഹസനം പോലെ ഇങ്ങനെ ചെയ്യുന്നല്ലാതെ എന്റെ കേസ് അവര് ഇനി മെമ്മറി കാർഡ് കണ്ടെത്താനും പോകുന്നില്ല, അത് തെളിയിക്കാനും പോകുന്നില്ല. അവര് തെളിയിക്കണമെങ്കിൽ ഇനി എന്നെ കുറ്റക്കാരനാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ആ ഒരു രീതിയിൽ തെളിയിക്കാനും ഒക്കെ പോവുള്ളൂ. ഇതിപ്പോ പോലീസ് വിളിച്ചാൽ ഇനി പോലെന്ന് ഉറപ്പാണോ? ഇനി പോകാനൊന്നുമില്ല. അല്ല, അവർ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നല്ലേ പറയണത് വീണ്ടും? ഇനി ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ അവര് കോടതിയിൽ നിന്ന് വല്ല വിധിയും വാങ്ങിച്ചോണ്ട് വന്നിട്ട് എന്നെ കൊണ്ടെടുക്കുകയോ ചെയ്തിട്ട്, അല്ലാതെ ഞാൻ മനഃപൂർവ്വം ഞാൻ എപ്പോ വിളിച്ചാലും ചെല്ലുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നെ ഒരുമാതിരി അറസ്റ്റ് ചെയ്യും പോലെ കൊണ്ടുവന്ന് നാട്ടിലൊക്കെ മാനം കെടുത്തിട്ട് പോയേക്ക്. എന്നെ ഒരുമാതിരി അറസ്റ്റ് എന്റെ വീട്ടിന്റെ റോഡിൽ വന്നാണ് പിടിച്ചുകൊണ്ട് പോകും പോലെയാണ് കൊണ്ടുപോയി. അല്ല, അന്ന് ഏതിന്റെ അടുത്ത് അവര് വിളിച്ചില്ലായിരുന്നു, ചോദ്യം ചെയ്യാൻ വരാൻ പറഞ്ഞില്ലായിരുന്നോ? എന്നെ ആരും വിളിച്ചില്ല. എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ചെല്ലൂലേ. എന്നെ വണ്ടിയിൽ വന്ന് പിടിച്ചോണ്ട് പോകും പോലെയാണ് കൊണ്ടുപോയി. ഇത് പറഞ്ഞില്ലായിരുന്നോ വരാന്ന്? വണ്ടിയിൽ പറഞ്ഞില്ല. ഞാൻ എന്റെ വണ്ടിയിൽ വരാന്ന് പറഞ്ഞപ്പോ പറഞ്ഞേ അത് കുഴപ്പമില്ല, ഒരു സാറും കൂടെ വരുമെന്ന് പറഞ്ഞു. അതായത് ഞാൻ പിടിയിട്ട പുള്ളിയെ പോലെയല്ലേ സാറും കൂടെ വരാൻ. ഞാൻ അങ്ങ് വണ്ടിയിൽ വരാൻ നിങ്ങളെ വണ്ടിയിൽ വിട്ടോളാൻ പറഞ്ഞു. അത് പറഞ്ഞ കുഴപ്പമില്ല, ഞാൻ ആരെങ്കിലും ഒരാളും കൂടെ വരാം, ആരെങ്കിലും വിട്ട് കൊണ്ടുവരാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു എന്റെ ഫോണിൽ വിളിച്ചാൽ ഞാൻ വരൂലായിരുന്നു അങ്ങോട്ട്, ഞാൻ ഇത്രയും നേരം സിറ്റിയിലുണ്ടായിരുന്നല്ലോ, അതാണ് കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, അങ്ങനെ വണ്ടി കൊണ്ടുവന്ന് പിടിയിട്ട പുള്ളിയെ കൊണ്ടുപോകുമ്പോലെ വരാനാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, എന്റെ വണ്ടി ഇവിടെ വെച്ചിട്ട് ജീപ്പിൽ കൂടെ കയറി വരാമെന്ന് പറഞ്ഞിട്ട് അന്ന് പോയപ്പോഴും അവരങ്ങനെ തന്നെ കൊണ്ടുപോയത്. ഫുഡ് പോലും കഴിച്ചിട്ടില്ലായിരുന്നു അന്ന്. അതൊന്നും ആരും തിരക്കിയില്ല. പക്ഷെ അതൊന്നും ഒരു മീഡിയയിലും വന്നില്ല. എന്തൊരു മുടി വൈരുദ്ധ്യം, ഏത് പറഞ്ഞാൽ വൈരുദ്ധ്യം ഏതുവാണ് മെമ്മറി കാർഡ് എടുത്തെന്നുള്ള രീതിയിലാണ് ബാക്കിയുള്ള മീഡിയയിൽ. നമുക്ക് പോലീസ് പുറത്തു പറഞ്ഞ വാർത്തയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പോലീസ് ഞാൻ പറയുന്ന വെച്ചാൽ പോലീസ് പറയുന്ന എല്ലാം കള്ളത്തനമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? പല രീതിയിലും പോലീസ് പറയുന്ന എല്ലാം തെറ്റാണ്, കള്ളത്തനമാണെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാം. സാധാരണ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. ഞാനാണ് ഇപ്പൊ പ്രതി എന്നുള്ള രീതിയിലാണ് അവർ പെരുമാറുന്നതും പുറത്തുവിടുന്ന വാർത്തകളെല്ലാം. എന്തുകൊണ്ട് അവരിപ്പൊ ഈ കേസിലുള്ള ക്രിമിനലായിട്ടുള്ള 5 പേര് പുറത്ത് ഉല്ലസിച്ച് കറങ്ങി കിടക്കുന്നു. അവരെ പേരിൽ കേസെടുത്തില്ല, വണ്ടി കണ്ടെടുത്തിട്ടില്ല. അപ്പൊ നിസ്സാരമായിട്ടുള്ള പാവപ്പെട്ട എന്റെ ബാക്കിൽ നിന്ന് നടക്കുന്ന ഇത്രയും വലിയ ആൾക്കാരെ ബാക്കിൽ നിന്ന് അവരെ പിടിക്കാൻ പോലീസിന് നിസ്സാരമാണ്. എന്തുകൊണ്ട് അവർ പിടിക്കാത്തെന്നുള്ള നിങ്ങൾ മീഡിയാസാണ് പോലീസിന്റെ അടുത്ത് ചോദിക്കേണ്ടത്, അല്ലാതെ ഞാൻ ചോദിച്ചിട്ട് അവര് പറഞ്ഞ മെമ്മറി കാർഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാൻ അന്വേഷണം മീഡിയ എടുത്ത് പറയണത്. പോലീസ് മെമ്മറി കാർഡ് കണ്ടുപിടിക്കണ അല്ലാതെ ബാക്കിയുള്ളത് വിഷ്വലി തെറ്റുകാരായിട്ടുള്ളവര് മെമ്മറി കാർഡിന്റെ ബാക്കിൽ നിന്ന് പോകേണ്ട കാര്യമുണ്ടോ? മെമ്മറി കാർഡ് പോണെന്ന് വെച്ചാൽ അവര് വേറൊന്നല്ലേ, ഞാൻ തെറ്റുകാരനാണെന്ന് വരുത്താൻ വേണ്ടിയിട്ട് മെമ്മറി കാർഡ് പോണത്. മെമ്മറി കാർഡിൽ എന്റെ തെറ്റുകൾ ഉണ്ടെന്ന് വിചാരിച്ചാണ് പോണത്. പക്ഷെ മെമ്മറി കാർഡിൽ ഒരിക്കലും എന്റെ തെറ്റ് കിട്ടൂല. അഥവാ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇത് പ്രസ്താവിക്കയില്ലേ? അപ്പൊ അത് എന്റെ തെറ്റെന്ന് പറയാൻ പറ്റില്ല. എന്റെ പോലീസ് വീട്ടിൽ വന്നില്ല, പോലീസ് വഴിയിൽ നിന്ന് പിടിച്ചോണ്ട് പോവുകയാണ്. റോഡിൽ നിന്ന് പിടിച്ചോണ്ട്. അച്ഛനും അമ്മയും അറിഞ്ഞായിരുന്നു പോലീസ് പിടിച്ചപ്പം? ഇല്ല, പോലീസ് അറിഞ്ഞില്ല. എന്റെ അച്ഛനും അമ്മയും അറിഞ്ഞില്ല. ഇത് നീതി കിട്ടുന്ന ഉറപ്പാണല്ലോ. ഇനി കോടതി ഇടപെട്ടില്ലേ? കോടതി ഇടപെട്ടിട്ടുണ്ടല്ലോ, അപ്പൊ ഇത് നീതി കിട്ടുന്ന ഉറപ്പില്ലേ? എനിക്ക് നീതി കിട്ടുമെന്ന് ഉറപ്പുണ്ട്, പോലീസിൽ നിന്ന് നീതി കിട്ടുമെന്ന് ഉറപ്പില്ല. അല്ല, ഇനിയും പോലീസ് മാധ്യമത്തിൽ പറഞ്ഞ വെച്ചാൽ യദുവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഈ ആഴ്ച വിളിക്കുന്നു പറയുന്നുണ്ട്. അപ്പൊ യദു ഇപ്പൊ പറഞ്ഞ ഇനി ചോദ്യം ചെയ്യാൻ വിളിച്ചാലും പോകില്ലെന്ന്. അപ്പൊ അത് യദുവിന് തിരിച്ചടി. എനിക്ക് വക്കീലിന്റെ അടുത്ത് ചോദിക്കേണ്ടിയിരിക്കുന്നു. വക്കീലുമായിട്ട് ചോദ്യം എന്താണെന്നുള്ള അറിഞ്ഞിട്ടേ പോകും. അല്ലാതെ ഞാൻ ഇനി പോയിട്ട് എന്തിനാണ് എന്നെ ഒരുമാതിരി കുറ്റക്കാരാക്കുന്ന രീതിയിൽ അവർക്ക് എന്തുകൊണ്ട് മറ്റവരെ ഒന്നും അറസ്റ്റ് ചെയ്യാനും പിടിക്കാം? അതെന്ന് വെച്ചാൽ MLA മേയറും ആയതുകൊണ്ടാണ്. നിയമം എല്ലാവർക്കും ഒരേപോലെ അല്ലേ? പോലീസുകാർ കോടതി പറഞ്ഞതിനപ്പുറം വല്ല നിയമമുണ്ടോ? കോടതി പറഞ്ഞ അനുസരിച്ച് പോലീസുകാർ മുന്നോട്ട് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് പോകണം. അവർ മേയർ MLA നോക്കാതെ പോകണം. അതല്ല, കൺട്രോൾമെന്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇരിക്കണതെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അവർ കീ കൊടുക്കുന്ന പാവകളാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മേയറും അതിന് മേലുള്ള തട്ടിലുള്ള ആൾക്കാരും പറയുന്നതനുസരിച്ച് അവർക്ക് പോകാൻ പറ്റുള്ളൂ. അവര് ചുമ്മാ പ്രഹസനം പോലെ ഇങ്ങനെ ചെയ്യുന്നല്ലാതെ എന്റെ കേസ് അവര് ഇനി മെമ്മറി കാർഡ് കണ്ടെത്താനും പോകുന്നില്ല, അത് തെളിയിക്കാനും പോകുന്നില്ല.
അവര് തെളിയിക്കണമെങ്കിൽ ഇനി എന്നെ കുറ്റക്കാരനാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ആ ഒരു രീതിയിൽ തെളിയിക്കാനും ഒക്കെ പോവുള്ളൂ. അല്ലാതെ വേറെ ഒരു കാര്യം തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ പോലീസിനോട് ഉപയോഗിച്ച്? അത് തന്നെ എന്നെ പൊതുസമൂഹത്തിൽ നാണം കെടുത്തുക, എന്നെ കുടുംബപരമായിട്ടും നാണം കെടുത്തുക. ജനങ്ങൾ മൊത്തം ഇപ്പൊ യദുവിന്റെ കൂടെ അല്ലേ? ഇപ്പൊ സമൂഹത്തിൽ യദുവിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ല, സമൂഹത്തിന് എന്ന് വെച്ചാൽ എന്റെ ഏരിയയിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ തന്നെയാണ്. സമൂഹം ബാക്കിയുള്ള ആൾക്കാർ ഓക്കെ, എല്ലാരും കൂടെ നിൽക്കുന്നുണ്ട്. എന്റെ ഏരിയയിൽ കുറച്ച് ആൾക്കാരും ഇത് ഈ സംഘടനയോട് കൂടിയിട്ട് അനുഭാവമുള്ള ആൾക്കാർ പോലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാനോ ഒന്നും ഇല്ലെങ്കിൽ പോലും അവര് ഞാൻ തെറ്റെന്നേ പറയുള്ളൂ. എന്ന് വെച്ചാൽ പാർട്ടി അനുഭാവികൾ എപ്പോഴും പാർട്ടി ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിക്കുകയേ ചെയ്യൂ, കുറ്റങ്ങളാണെന്ന് പറയില്ല. ഇതിപ്പോ ഞാൻ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഞാൻ തെറ്റെന്ന് പറയും. അതാണ് എന്റെ അടുത്ത് പാർട്ടിക്ക് ഒരു ഇഷ്ടമില്ലായ്മ വന്നത്, മനസ്സിലായ? പഠിച്ചിരുന്ന കാലത്ത് പോലും തെറ്റെന്ന് പറയും, ശരി എന്ന് പറയും. അത് പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അല്ലാത്ത സമയത്തായാലും.